ഹായ് ഓൾ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഭയങ്കര പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ ലൈഫിൽ നടന്നു. അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം 2, 3, 4 ദിവസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോഴാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഒരു കിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഇന്ന് മക്കൾക്കും ഉച്ചയ്ക്ക് നമുക്കും ഒക്കെ ലഞ്ചൊക്കെ റെഡിയാക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഈ വീഡിയോയ്ക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വീക്കിലി കുപ്പി ഒന്ന് കഴുകും കേട്ടോ. അതിന് ശേഷം മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് ഇടാണ്. അത് നോക്കിയപ്പോൾ ഫസ്റ്റ് മുട്ട പൊട്ടിച്ചാൽ കുഞ്ഞ് വിരിയാനായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ബ്ലഡ് കണ്ടു. പിന്നെ അത് മാറ്റി എല്ലാം വീണ്ടും വാഷ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ മുട്ട പുഴുങ്ങുമ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ. പൊരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇച്ചിരി ബേബി എണീറ്റിട്ടുണ്ട്. ആളെ മെല്ലെ എന്തൊക്കെയോ സോപ്പിട്ടിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ഉപ്പ് മേലെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ആയിക്കോളും. അടുത്ത നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചതുണ്ടായിരുന്നു. നമുക്ക് മെയിനായിട്ട് ഇന്ന് ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ നമ്മുടെ കിറ്റിൽ ചെറുപയർ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപയർ മുളപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. ഈസിയാണ് കേട്ടോ നമുക്കിങ്ങനെ മുളപ്പിച്ചെടുക്കാനും വേണ്ടിയിട്ട്. വെള്ളത്തിൽ ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെക്കുക. അതിന് ശേഷം ഇതുപോലെ ഒരു തണുത്ത തുണിയിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നന്നായിട്ട് ഇതുപോലെ മുള വരും. കുട്ടികൾക്ക് ഭയങ്കര നല്ലൊരു സംഭവമാണ്. ബുദ്ധിവികാസത്തിനൊക്കെ ചെറുപയർ നന്നായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. മിക്ക വീടുകളിലും ചെറുപയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ചെറുപയറും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വരരുത് കേട്ടോ. ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് കിറ്റിൽ കൊടുത്ത സാധനങ്ങളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ സോയാബീന് തിളപ്പിച്ച വെള്ളത്തിലൊന്ന് ഇട്ടെടുക്കാനും വേണ്ടിയിട്ട് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചെറുപയർ ആക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഹായ് പറയും. നമുക്ക് ചെറുപയർ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. 2-3 വറ്റൽമുളക്, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ ചെറുപയറും ഉപ്പ്, ഇത്രയും മാത്രം മതി. ആർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈസിയാണ്. കുട്ടികൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഞാൻ നമ്മുടെ ചുച്ചുകുട്ടീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ചെന്നൈയിൽ നാച്ചുറൽ തെറാപ്പി പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫുഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. നമുക്കിവിടെ കാണുന്ന സംഭവങ്ങളൊന്നും, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. അതായത് കേഴ്വരക്, സാമൈ, തിനൈ ഇതുപോലെയുള്ള സംഭവങ്ങളിലായിരിക്കും ഇവർ ചോറ് പോലെയൊക്കെ വെക്കുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്കും ഒരുപാട് ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കിറ്റിൽ ബദാമും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ബദാമും എടുത്തിട്ടുണ്ട്, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഓടി വന്ന് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതൊക്കെ കുറച്ച് മാത്രം എണ്ണ ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള പിങ്ക് സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സംഭവമാണ്. രാവിലെ 5 കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, ഇപ്പോൾ സ്കൂളിലേക്ക് തിരക്കൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് നിർത്താം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹെയ്സുക്കുട്ടനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സോയാബീന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇതും നമ്മുടെ കിറ്റിലുള്ള ഒരു സംഭവം തന്നെയാണ്. ലഞ്ച് ബോക്സിന് ഹെൽപ്ഫുൾ ആവുന്ന പോലെയുള്ള ഐറ്റംസാണ് നമ്മൾ കിറ്റിൽ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, അറിയാമെന്ന് തോന്നുന്നു. ആവശ്യത്തിന് നമ്മുടെ ചെറുപയറിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് ഞാൻ ഒരു സ്റ്റവ് കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടാണ് കേട്ടോ നമ്മുടെ പണികൾ നടക്കുക. അതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ആ ഭാഗം കുറച്ച് ഈ ഭാഗം കാണിക്കുന്നത്. ഈ ഗ്യാപ്പിൽ ഞാൻ വേഗം ചെറുപയർ പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ച കുറേ കാര്യങ്ങളിൽ നമ്മളിവിടെ കേരളത്തിൽ ഉപയോഗിക്കാത്ത
ഒത്തിരി സാധനങ്ങൾ അവിടെ നാച്ചുറൽ തെറാപ്പി കോഴ്സിൽ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുത്താലും നമുക്ക് കഴിച്ചാലൊക്കെ ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതലായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോയിൽ കുറേ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നതും. എൻ്റെ മക്കൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്കും ഭയങ്കര തൃപ്തിയല്ലേ. എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ കൊടുക്കാൻ കഴിവുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവാം. പക്ഷേ കഴിവുള്ളവർക്ക് അത് ഉപകാരമാവും. പിന്നെ അതുപോലെ നമ്മൾ അത് മാത്രമല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടും നമ്മൾ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പോഴേക്കും നമ്മുടെ സോയാബീനൊക്കെ ഒന്ന് മസാല വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുട്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പുഴുങ്ങിയെടുക്കുന്നതാണ്. ഇനി ഇതും ടേബിളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ സോയാബീൻ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. എണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് ഹെൽത്തി അല്ല, ശരി തന്നെയാണ്. പക്ഷേ ചെറിയ കുട്ടികൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല ഇട്ടിട്ട് എന്തെങ്കിലും ഉപ്പേരി പോലെയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ആക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ റനക്കുട്ടിക്ക് പല്ല് റബ്ബർ ഇട്ടത് കൊണ്ട് ഒന്നും ചവയ്ക്കാൻ പറ്റില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ല. അമ്മ എനിക്കിന്ന് ടിഫിൻ ബോക്സ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ എന്ത് ചെയ്തു, ഓട്സിൽ നമുക്ക് ഒരു നല്ലൊരു പോറിഡ്ജ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ അപ്പുറത്ത് ഓട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓട്സ് ചിലവർക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമാവില്ല. അത് ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വാട്ടറി ആക്കി കഴിഞ്ഞാൽ ഇഷ്ടമാവും കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇപ്പുറത്തെ സംഭവം കരയുണ്ടാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വരാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ റനക്കുട്ടിക്ക് പല്ല് കെട്ടിയിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷം 1.5 വർഷം അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തീരേണ്ടതാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ ഇതിൽ. പിന്നെ അവൾ പോകാനും ചിലപ്പോൾ ലേറ്റ് ആവും, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോവാണ്. നല്ല മാറ്റമുണ്ട് കേട്ടോ ആ പല്ലിങ്ങനെ പൊന്തിയതൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഓട്സിലേക്ക് ഈ ഒരു മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 കളർ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് വന്നിട്ട് അധികം എരിവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാം കേട്ടോ, വെജിറ്റബിൾസ് പോലെ. ആ ഗ്യാപ്പിൽ ഞാൻ ടിഫിൻ ബോക്സ് കഴുകി വെച്ചതെല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതിലുള്ള വെള്ളം ചില സമയങ്ങളിൽ നമുക്ക് തുടയ്ക്കാൻ പറ്റാറില്ല, അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഫുഡ് നാശമാവാൻ ചിലപ്പോൾ ചാൻസ് ആവും. പിന്നെ ഇതേ അപ്പോഴേക്കും നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പൊതുവെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരിക്കും സോയാബീൻ. ഇപ്പോൾ എല്ലാ സ്കൂളിലും നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് സോയാബീനൊക്കെ വെജല്ലേ ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട് പറ്റും. അപ്പോഴേക്കും നമ്മുടെ ഓട്സ് കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി മസാലയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ റനക്കുട്ടിന് ഇപ്പോൾ പട്ടിണി കിടക്കണ്ടല്ലോ. കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ ഈ മക്കൾ എത്ര മണിക്കാണ് വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫുഡ് രാവിലെ മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത്, ചിലത് ഉച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും നല്ലത്, ചിലത് രാത്രി കഴിക്കാൻ പാടില്ല. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ പഠിക്കാനും വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അറിയാത്ത ആൾക്കാരാണ് വീട്ടിൽ വന്നിട്ട് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കേട്ടോ. പിന്നെ അതേ ഞാൻ ടിഫിൻ ബോക്സിൽ റൈസ് ആക്കുന്നുണ്ട്. റൈസ് വൈറ്റ് റൈസാണ്, നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. അത് പൊന്നിയരിയാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇത് കഴിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇതിൽ കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. അതല്ലാന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതേ നമ്മൾ നമ്മുടെ സോയാബീൻസ് ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ ടിഫിൻ ബോക്സിൽ നമ്മുടെ ഈ ഒരു സിലിക്കോൺ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് ഇങ്ങനെ നമ്മൾ ഇഷ്ടത്തോടെ ഇതുപോലെയുള്ള കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളും ഹെൽത്തി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും സ്കൂളിലേക്ക് പോകാനും കഴിക്കാനും ഒക്കെ. ഞാൻ ടിഫിൻ ബോക്സ് കാണിച്ചിട്ടാണ് കേട്ടോ ഇവർ ഒതുക്കി നിർത്തുന്നത്. അല്ലാതുണ്ടെങ്കിൽ ഇവർ കരച്ചിൽ തുടങ്ങും. അപ്പോൾ ചെറുപയർ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുളപ്പിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക, നിങ്ങളുടെ മക്കൾക്കും ഇഷ്ടമാവും. പിന്നെ നമ്മൾ ചെറുതിനെ ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിപ്പിച്ച് ശീലിപ്പിക്കണം. പെട്ടെന്ന് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കൂല കേട്ടോ. പിന്നെ ഇതേ പുഴുങ്ങിയ മുട്ട ഓരോ ബോക്സിലായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇത്രയും മക്കൾ കഴിക്കുമെന്ന് ചിലവർ ചോദിക്കുന്നുണ്ട്. ഒരു ബോക്സിൽ വെറും ഒരേ ഒരു കയ്യിൽ ചോറ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. വലിയ കുട്ടികൾക്ക് മാത്രമാണ് പിന്നെയും കൂടുതൽ ഇടുന്നത്. ഇത് ഞാനൊരു സാധാ ടിഫിൻ ബോക്സിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി അങ്ങനെ തോന്നില്ല. ഒന്നിച്ച് മൊത്തം 5 ടിഫിൻ ബോക്സും ഒരു കുട്ടി കഴിക്കുന്ന പോലെയാണ് ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ബാലൻസ്ഡ് ഡയറ്റാണ്. ഞാൻ ഇതൊക്കെ പഠിച്ച് വന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇതേ നമ്മുടെ റനക്കുട്ടിക്കുള്ള കഞ്ഞി ഇങ്ങനത്തെ ഒരു ടിഫിൻ ബോക്സിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ചൂടാറുമില്ല, അവൾക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ റേനക്കുട്ടി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഓരോരുത്തരിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ടിഫിൻ ബോക്സ് ഇങ്ങനെ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് കൊടുത്തു വിടുന്ന ഇഷ്ടമാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ അല്ല, റേനക്കുട്ടി ഇപ്പോഴാണ് പോകാൻ പോകുന്നത്. അവൾ ബാഗ് എടുക്കാനായിട്ട് പോയതായിരുന്നു. പിന്നെ ഞാനൊരു 2-3 ദിവസം മുമ്പ് നമ്മൾ വാങ്ങിച്ചൊരു സാധനം കാണിച്ചു തരാം. ഈ കാർപ്പറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മിക്കവാറും നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ. ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരും. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ അഗാരോൻ്റെ എലൈറ്റ് അപ്രൈറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ കാർപ്പറ്റ് ക്ലീനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ഒരു സംഭവം വന്നിട്ട് 1.3 ലിറ്ററിൻ്റെ ഡേർട്ട് വെള്ളമില്ലേ, അത് കളക്ട് ചെയ്യുന്ന ടാങ്കാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർപ്പറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതെന്തായാലും നിർബന്ധമായിട്ട് വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് വന്നിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് ഇതാക്കുന്ന ഒരു നോബാണ്. പിന്നെ ഇതുപോലെ ഒരു സ്ക്രൂ ഉണ്ടാകും, അത് ഊരിയിട്ട് ഈ ഒരു മെയിൻ പാർട്ടില്ലേ അത് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഞാനിങ്ങനെ അമർത്തിയത് ഇതുപോലെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ആ സ്ക്രൂ വന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് വന്നിട്ട് 2.6 ലിറ്റർ വാട്ടർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്കാണ്. അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം വന്നിട്ട് നമുക്ക് നമ്മുടെ സോഫ ഒക്കെ ക്ലീൻ ചെയ്യുന്ന സംഭവമാണ്. ഇത് ഇതുപോലെ ഫിക്സ് ചെയ്തിട്ട് സോഫ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇത് വന്നിട്ട് വയറാണ്. ഈ വയർ വന്നിട്ട് 7 മീറ്റർ ലോങ് ഉണ്ട് കേട്ടോ. 800 വാട്ട് മോട്ടറാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ 13.5 kPa സക്ഷൻ പവറാണ്. ഞാൻ ആ വെള്ളത്തിലേക്ക് ഷാമ്പു ഒഴിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് നമുക്കിങ്ങനെ ടിൽറ്റ് ചെയ്യാൻ ഇങ്ങനെ ചെരിക്കാനും ഇതൊക്കെ പറ്റുന്ന ആ ഒരു സംഭവം കാലുകൊണ്ട് അമർത്തിയാൽ മതി. പിന്നെ ഈ ടയേഴ്സ് വന്നിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് ഓൺ ഓഫ്. അപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പതിയെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർപ്പറ്റിലുള്ള മൊത്തം ഡസ്റ്റും നന്നായിട്ട് വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഞാൻ ഡ്രൈ ക്ലീനിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്, ഡ്രൈ ആയിട്ടുള്ളത്. ആ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെറ്റായിട്ട് ക്ലീൻ ചെയ്യണം, എന്തെങ്കിലും ചട്നിയോ ചമ്മന്തിയോ ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം അടിച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരൊറ്റ വൈപ്പിൽ സംഭവം അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഡുവൽ റോളിംഗ് ബ്രഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഡസ്റ്റ് ആണെങ്കിലും അഴുക്കാണെങ്കിലും ഒക്കെ ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിത് പുറത്ത് അവിടെ ഇട്ടുണ്ടായിരുന്ന നമ്മുടെ കാർപ്പറ്റിൽ ജസ്റ്റ് ഒന്ന് ആക്കി നോക്കിയതാണ്. ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് ആ ഒരു ബ്രഷ് കാരണം നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വന്നിട്ട് മെയിൻ യൂണിറ്റ്, പിന്നെ അപ്പോൾസറി നോസിൽ വിത്ത് ഹോസ്, ഹാൻഡിൽസ്, 2 സ്ക്രൂവും കൂടിയാണ് വരുന്നത്. സംഭവം ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നുകയാണെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസിയാണ്, കംഫർട്ടബിളാണ്. അതേപോലെ ഇതുപോലെ കാർപ്പറ്റ് യൂസ് ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ടും നമുക്ക് വാങ്ങേണ്ടി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതേ വെള്ളം, നല്ല ഡേർട്ട് വെള്ളം എത്രത്തോളം കളക്റ്റ് ആയിട്ടുണ്ട്. അത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മാക്സിമം ആയിക്കഴിഞ്ഞാൽ അത് ഊരി മാറ്റണം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വയറൊക്കെ ചെറുതാക്കിയതിന് ശേഷം നമ്മുടെ സോഫ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. സോഫയൊക്കെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ചോദിക്കാറില്ല. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് വേണം. ഇതുപോലെ വെള്ളം വരും, അത് അടിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ റബ്ബ് ചെയ്യാനായിട്ട് പറ്റും. വെള്ളം ഫുള്ളായിട്ട് സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്തെങ്കിലും അഴുക്കോ ഡസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതിങ്ങനെ വരും കേട്ടോ. അതിൽ ബ്രഷ് കാരണം എല്ലാ ചളിയും ഇതിലേക്ക് വരും. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഈ മുകളിലത്തെ പാർട്ട് ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ടൊരു ഡ്രൈ തുണിയിൽ നമുക്കിങ്ങനെ തുടച്ചെടുക്കാം. എന്നിട്ട് ഇത് അടിയിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഭവമില്ലേ, ഈ റബ്ബർ വന്നിട്ട് നമുക്ക് മാറ്റിയിട്ട് ഈ റോളിംഗ് ബ്രഷും കൂടെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതിങ്ങനെ 2 സൈഡും ക്ലിപ്പ് ഉണ്ടാവും. അതിങ്ങനെ വലിച്ചെടുത്തിട്ട് ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കാർപ്പറ്റൊക്കെ വിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ആക്കണം ആലോചിച്ചിട്ട് നമുക്ക് മടിയായിരിക്കും. പക്ഷെ ഇങ്ങനെ നമുക്ക് ഇതായി കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും. പിന്നെ ഈ ബ്രഷ് ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റബ്ബർ ഉണ്ടല്ലോ ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ അത് ഫിക്സ് ആവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് എടുത്ത് വെക്കണം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വയർ നമുക്കിതുപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ വയർ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കൊന്നുമില്ല. വയർ ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാനും അതിലേക്ക് ഫിക്സ് ചെയ്യാനും നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സംഭവം കാർപ്പറ്റ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ ഇതേ ഇനിയിപ്പോൾ അടുത്തത് പോകാനുള്ളത് നമ്മുടെ ഹയാൻകുട്ടനാണ്. അപ്പോൾ ഹയാൻകുട്ടൻ്റെ ടിഫിൻ ബോക്സ് ഇതേ ആക്കി കൊടുക്കുന്നുണ്ട്. അവനൊന്ന് ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്തു. അതിന് ശേഷം ഇതേ ബാക്കി 2 പേരാണ് പോകാനായിട്ടുള്ളത്. ഹയാൻ്റെ കൂടെ ചിലപ്പോൾ ഇവർ 2 പേരും പോവാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ലേറ്റ് ആയതുകൊണ്ട്
അവരെ കൊണ്ടുവിടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഹയാനക്ക് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഹയാനെ കൊണ്ടുപോവാണ്. പിന്നെ ഈ ചെറിയൊരു ബോക്സിലാക്കിയത് തൈരാണ്. തൈരിൽ കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതാണ്. അതായത് യോഗട്ടിലാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ പുളിപ്പ് അങ്ങനെ ഉണ്ടാവില്ല. സ്കൂളിൽ പോയാലും പുളിക്കൊന്നുമില്ല കേട്ടോ ആ സാധനം. അപ്പോൾ അതും കൂടെ ഹെയ്സൂക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ചുച്ചുക്കുട്ടിക്ക് കൊടുത്തില്ല, കാരണം ചുച്ചുക്കുട്ടി ചുമള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് അപ്പം തന്നെ ഒന്ന് വാഷ് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഒരുപാട് വെള്ളം ഇറങ്ങാനും പാടില്ല, കറണ്ടിൻ്റെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മുടെ എച്ചു ബേബി അപ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്സ് നമ്മൾ എല്ലാറ്റിലും കാണിക്കാറില്ല, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വന്നിട്ട് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ ഒന്ന് വന്നിട്ട് ഫ്രൂട്ട്സ്. ഇവരെ സ്കൂളിൽ ഫ്രൂട്ട്സ്, നട്ട്സ്, ജ്യൂസ് ഇങ്ങനെയൊക്കെ കുട്ടികൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലരെങ്കിലും ചോദിക്കുകയോ മറ്റുള്ള കുട്ടികൾക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ എന്നുള്ളത്. നമ്മുടെ ആ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ തന്നെ കൊണ്ടുപോകണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വിഷമാവില്ലേ. അപ്പോൾ ഇത് ചാമ്പയ്ക്ക വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഉണങ്ങിയ നെല്ലിക്കയാണ്. നമ്മൾ ഈ മിഠായി അതൊക്കെ കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ നെല്ലിക്കയൊക്കെ ഇതുപോലെ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന്, നെല്ലിക്കയൊക്കെ വളരെ വില കുറവാണ് കേട്ടോ, വാങ്ങിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് കിച്ചണിലെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് തുടച്ച് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വെക്കുന്ന ഭാഗത്ത് വെക്കണം. ഒന്നാമത് നമുക്ക് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ ചിലപ്പോൾ ലാഗ് അടിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും വെക്കേണ്ട ഭാഗത്തില്ല എന്നുണ്ടെങ്കിൽ തിരഞ്ഞ് തന്നെ നമുക്ക് സമയം പോകും. അപ്പോൾ ഒരു ടിപ്സ് എന്ന് പറയുമ്പോൾ ഞാനും കൂടെ പിൻപറ്റേണ്ട ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും ചിലപ്പോൾ ചെയ്യാറില്ല. തലേ ദിവസം തന്നെ എനിക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ രാവിലെ എണിച്ചോടനെ നമുക്ക് വീഡിയോ ഷൂട്ടും കൂടി ഉള്ള സമയത്ത് ഒരു എന്താ പറയുക, ആകെ മൊത്തത്തിലൊരു വിരകലാവില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ചില ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റാറ്. എന്തൊക്കെ കൊണ്ടുവരും? പിന്നെ എന്ത്? ഓറഞ്ച്. ആ പിന്നെ mango 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 chicha mango ഓറഞ്ചിന്റെ എന്ത് കൊണ്ടുവരും? എന്താണ്? ഒരു മിനിറ്റ്. കുസമ്പിയാ? ഒരു കുസമ്പിയും കൊണ്ടുവരും കേട്ടോ. പിന്നെന്താണ്? അപ്പൊ കൊണ്ടുവരും. അതൊക്കെ എപ്പോഴാ കുടിക്കവര്? സ്കൂൾ വിടുമ്പോ പിന്നെ ഫസ്റ്റ് വരുമ്പോ ഞാനും അങ്ങനെ എന്ത് കൊണ്ടുവരും? മൊത്തത്തിൽ നമ്മുടെ ചുച്ചുക്കുട്ടി പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ അവൾക്ക് അടുത്ത ദിവസം ജ്യൂസും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് കേട്ടോ. ജ്യൂസ് വേണോ? എന്ത് ജ്യൂസ്? ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് അവളുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് അവൾക്കും വേണമെന്ന് പറഞ്ഞതാണ് കേട്ടോ. വെറുതെ പോവാണ്. എന്താണ് ഇച്ചിലു പറയണ കേട്ടാ? എന്ത് ഇച്ചിലു? പ്ലേറ്റ് ഇല്ല അത്ര അവൾക്ക്. ചുച്ചു പോയിക്കോ, അറിയിക്കോ. ഇച്ചിലുവിന്റെ പ്ലേറ്റിൽ ഒന്നുമില്ല, പാവട്ടാ. നമുക്ക് ടാറ്റ പറഞ്ഞിട്ട് വരാം. ഓടി വാ, ദീദി പോണ്. ഒരു പോണ് ടാറ്റ പറയാ. ഓ ശരി. അവിടെ ആ സ്റ്റെപ്പ് വഴിക്കണുണ്ടേ. കൊറേ ബുക്സ് വെച്ചിട്ടുണ്ട്, പോയിക്കോ.
ഇച്ചുല ഇറങ്ങല് വീഴും. അയച്ചു പോയ പോട്ടെ. ഇച്ചുല അവിടെ വഴിക്കുണ്ട്. അവിടെ ആ സ്റ്റെപ്പ് അയച്ച നമുക്ക് മമ്മ തിന്നാൻ പോടി സ്വത്ത് വാടി. ഇതിപ്പോൾ എല്ലാ വീട്ടിലുള്ള സ്ഥിരം കലാപരിപാടി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പഠിച്ചോണ്ട് എൻ്റെ കുട്ടീൻ്റെ കൈ. വലിയ കുട്ടികൾ പോകുമ്പോൾ ചെറിയ കുട്ടികളെ കരച്ചില്ല. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ കുട്ടികളെ കരയാറുണ്ടോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഇവിടെ ഡെയിലി അവൾ ഇങ്ങനെ കരയും. അവളെ കൊണ്ടുപോകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും കരയും. അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് കാറാണ് എടുത്തത്. അപ്പോൾ പിന്നെ ഒന്ന് കൊണ്ടുപോകുമോ ചോദിച്ചിട്ട് ഭാഗ്യത്തിന് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് നേരം ഞാൻ അപ്പോഴേക്കും എൻ്റെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിലെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്കും അവർ തിരിച്ചെത്തിയിട്ടോ. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് സംഭവങ്ങൾ തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിയതാണ്. കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് ബദാം, പിന്നെ ഒരു മുട്ട, പിന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത്, പിന്നെ നമ്മുടെ ഓട്സ് കഞ്ഞി. ഇത് വന്നിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് മെനക്കെടണമെന്ന് മാത്രം. മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നന്നായിട്ട് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ, നമുക്ക് ഒരുപാട് വില കൂടിയ സാധനങ്ങൾ വേണം എന്നൊന്നുമില്ല. എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് ചെയ്യാം. എനിക്കൊരു കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇപ്പോൾ മുട്ട ഇല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കോഴീനെ വളർത്തിയാൽ മുട്ട കിട്ടും. പച്ചക്കറി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പച്ചക്കറികൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാന്നുണ്ടെങ്കിൽ അത് കിട്ടും. എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് എപ്പോഴും പൊതുവേ. പക്ഷേ നമ്മുടെ ആൾക്കാർ കൂടുതലായിട്ടും ചിന്തിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് എപ്പോഴും വേവലാതിപ്പെടുന്ന സമയത്ത് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു, നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ആ ഒരു കാലാവധി നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരും. അപ്പോൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ഉള്ളയിൽ വെച്ചിട്ട് എന്ത് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നാലോചിച്ച് കുറച്ച് നേരത്തെ മാത്രം എണിച്ചാൽ മതി. നല്ല കളർഫുള്ളായ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെയുള്ള ഫുഡ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമ്മളെക്കൊണ്ട് ഈ ഭൂമിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും എന്നെക്കൊണ്ട് അവർക്ക് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് അത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.